ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ അല്പസമയത്തിനകം രാജ്യസഭ പരിഗണിക്കും. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേരളത്തിൽ നിന്ന് 16 സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിയൻ നേതാക്കളുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെയാണ് ലോക്സഭ വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയത്. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുക, പൈതൃക സ്ഥലങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 16ാം ദിനമായ ഇന്ന് ലോക്സഭ കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ 2024 ചർച്ചയ്ക്കെടുക്കും. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബാങ്കോക്ക് വിമാനത്താവളത്തിൽ ഔപചാരിക ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തായ്ലൻഡിലെ ഇന്ത്യൻ സമൂഹവും ആവേശകരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയത്. തായ്ലൻഡ് പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ചേർന്ന ഫുൾ കോർട്ട് യോഗത്തിലാണ് തീരുമാനം. സ്വത്ത് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 തുടക്കമായി. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള 16 സ്റ്റാർട്ടപ്പുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷവും നയങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പാണിത്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ന് ആരംഭിച്ച സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന്റെ ആദ്യഘട്ടം ഈ മാസം 11 അവസാനിക്കും. 2ാം ഘട്ടം ഈ മാസം 21 തുടങ്ങി 26 അവസാനിക്കുക. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി 89 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നിർബന്ധമാണ്. 8ാം ക്ലാസ് പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കുന്ന മാതൃകാ ടൌൺഷിപ്പിലേക്ക് ഗുണഭോക്താക്കൾക്ക് സമ്മതപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും. ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിയനുകളുടെ നേതാക്കളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. പകൽ 3 സെക്രട്ടേറിയറ്റ് അനക്സിലാണ് യോഗം. കേന്ദ്ര ട്രേഡ് യൂണിയൻ ഭാരവാഹികളെയും വിളിച്ചിട്ടുണ്ട്. NDAയുടെ നേതൃയോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേർത്തലയിൽ ചേരും. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ യോഗമാണിത്. ഇന്ന് രാവിലെ പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ചുഴലിക്കാറ്റിന്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ 26 സ്ഥലങ്ങളിലായി ഈ മാസം 11-ാം തീയതി ഒരേ സമയത്താണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്തുന്നതിനുള്ള 2ാം ഘട്ട നടപടികൾ തുടരുന്നു. ഇന്നലെ 4 ആനകളെ വനത്തിലേക്ക് തുരത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 35 പേരടങ്ങുന്ന സംഘമാണ് കാട്ടാനകളെ തുരത്തുന്ന ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വനപാലക സംഘത്തിനൊപ്പം ആറളം ഫാം ജീവനക്കാരും തൊഴിലാളികളും ഇവർക്കൊപ്പമുണ്ട്. ആറളം ഫാമിൽ 25 കാട്ടാനകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ആറളം പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നവർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകിയും റോഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം പുരോഗമിക്കുന്നത്. അതിനിടെ ഇന്നലെ കക്കുവ പുഴയുടെ ഭാഗമായ വട്ടപ്പറമ്പ് പുഴയുടെ തുരുത്തിൽ കെട്ടിയ പശുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു.
ഈ വർഷത്തെ ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇനി അവസരം ലഭിച്ചാൽ ഹജ്ജിന് പോകാൻ തയ്യാറുള്ളവർ എന്നിവർക്ക് സമ്മതപത്രം സമർപ്പിക്കാനുള്ള അവസാന ദിനമാണിന്ന്. സമ്മതപത്രം ഓൺലൈനായി സമർപ്പിച്ചാൽ മാത്രമേ ഹജ്ജിന് പരിഗണിക്കുകയുള്ളൂ. പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേല ഇന്ന് ആഘോഷിക്കുന്നു. ഇരു ദേശങ്ങളിൽ നിന്നുമുള്ള എഴുന്നള്ളത്തുകൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. എഴുന്നള്ളത്തുകൾ വൈകിട്ട് 4 മണിയോടെ ഇരു ദേശങ്ങളിലെയും ബഹുനില ആനപ്പന്തലുകളിൽ അണിനിരക്കുന്നതോടെയാണ് നെന്മാറ വല്ലങ്ങി വേലച്ചന്തം അതിന്റെ പൂർണ്ണതയിൽ എത്തുക. എഴുന്നള്ളത്തുകൾ നെല്ലിക്കുളങ്ങര കാവ് ചുറ്റി ഇറങ്ങുന്നതോടെ വെടിക്കെട്ട് ആരംഭിക്കും. തുടർന്ന് ഇരു ദേശങ്ങളിലെയും എഴുന്നള്ളത്തുകൾ അതത് മന്നങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതോടെ പകൽവേല സമാപിക്കും. ഇരു ദേശത്തും തായമ്പകയോടെയാണ് രാത്രിവേല ആരംഭിക്കുക. വീണ്ടും എഴുന്നള്ളത്തുകൾ പുലർച്ചെ 3 മണിയോടെ പന്തലുകളിൽ എത്തും. പുലർച്ചെയുള്ള വെടിക്കെട്ട് കഴിഞ്ഞ് മേളത്തിന് ശേഷം എഴുന്നള്ളത്തുകൾ അതത് മന്നങ്ങളിലെത്തി കോലമിറക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്നലത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ നേരിടും. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചതോടെ വിപണികളിൽ അത് പ്രതിഫലിക്കുമെന്നാണ് ആദ്യഫലം സൂചിപ്പിച്ചതെങ്കിലും നേരിയ ചാഞ്ചാട്ടം മാത്രമാണ് ദൃശ്യമായത്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 500 പോയിന്റ് ഇടിവോടെയാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിലും 245 പോയിന്റ് നഷ്ടത്തിൽ 76,374ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 23,276ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8,560 രൂപയും പവന് 68,480 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോട്ടയത്തെ നിരവധി ഏജൻസികളിൽ മിന്നൽ പരിശോധന. സാധുവായ ലൈസൻസുകളില്ലാതെയാണ് ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. റിക്രൂട്ടിംഗ് ഏജൻസികളുടെ സേവനം സ്വീകരിക്കുന്നതിന് മുൻപ് അവ നിയമാനുസൃതമാണോ എന്ന് മൈഗ്രേറ്റ് പോർട്ടലിൽ പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിഷു ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലെത്തി. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തുക. ടിക്കറ്റിന് 300 രൂപയാണ് വില. ഇടുക്കിയിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് 14 ടിപ്പർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനധികൃതമായി കരിങ്കല്ല് കടത്തിയ ലോറികളാണ് പിടികൂടിയത്. മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസ് നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ കർശനമായി നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പരിശോധിക്കണം. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ സമയക്രമം രാവിലെ 7:30 മുതൽ 10:30 വരെ എന്നത് ലംഘിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും. ദേശീയപാത 66-ൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ 6-ാം തീയതി വരെ പെരുവണ്ണാമൂഴിയിലെ ജലശുദ്ധീകരണശാല അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലും നിരവധി പഞ്ചായത്തുകളിലും ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലും ജലവിതരണം പൂർണ്ണമായി മുടങ്ങും. പൈപ്പ് ലൈനിൽ പണി നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മുതൽ ജലവിതരണം തടസ്സപ്പെട്ടു. നഗരത്തിലെ 56 വാർഡുകളിൽ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായി. നാളെ വൈകി വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കരമന ശാസ്ത്രി നഗർ അണ്ടർപാസിനടുത്തുള്ള ട്രാൻസ്മിഷൻ മെയിനിന്റെ അലൈൻമെന്റ് മാറ്റിയിടുന്ന പ്രവൃത്തി പൂർത്തിയായെന്ന് അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര താരം ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. മേയർ ബീന ഫിലിപ്പ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മധുരയിൽ നടക്കുന്ന CPIM പാർട്ടി കോൺഗ്രസിൽ ഇന്ന് പൊതുചർച്ചകൾ നടക്കും. ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കും. 5 ദിവസം നീളുന്ന പാർട്ടി കോൺഗ്രസ് ഈ മാസം 6-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബിൽ അല്പസമയത്തിനകം രാജ്യസഭ പരിഗണിക്കും. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേരളത്തിൽ നിന്ന് 16 സ്റ്റാർട്ടപ്പുകൾ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിയൻ നേതാക്കളുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.